നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ മാഡം? യെസ്, വരൂ. ആരാന്ന് മനസ്സിലായില്ല. എൻ്റെ പേര് രശ്മി ശർമ്മ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള BN ഇൻഡസ്ട്രീസിൻ്റെ ചാരിറ്റി മാനേജറാണ് ഞാൻ. മാഡം ഇരിക്കൂ. മാഡം വന്നത് എന്തിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഞങ്ങളുടെ കമ്പനിക്ക് 12ഓളം ഫോറിൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 38 ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും തിരഞ്ഞെടുക്കപ്പെടുന്ന 10 അനാഥാലയങ്ങൾക്ക് ഞങ്ങൾ 25 ലക്ഷം രൂപ വീതം ഡൊണേഷൻ കൊടുക്കാറുണ്ട്. ഇത്തവണ ഞങ്ങളുടെ ലിസ്റ്റിൽ ഈ കാരുണ്യ അനാഥാലയത്തിന്റെ പേരുണ്ട്. എന്തായാലും ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? നോ താങ്ക്സ്. ഈ ഡൊണേഷന്റെ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാ മാഡം? അർഹതയില്ലാത്ത ഒരു സ്ഥാപനങ്ങൾക്കും ഡൊണേഷൻ പോകരുതെന്ന് ചെയർമാന് വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തെക്കുറിച്ച് പൂർണ്ണമായി അന്വേഷിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഫണ്ട് അനുവദിക്കുകയുള്ളൂ. ഓരോ സ്ഥാപനത്തിലുള്ള കുട്ടികളുടെയും അനാഥരുടെയും റെക്കോർഡ്സ് കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. പിന്നെ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളും ട്രാൻസ്പെറന്റ് ആണോ എന്ന് പരിശോധിക്കണം. ഈ കാരുണ്യ അനാഥാലയം ആരംഭിച്ചിട്ട് തന്നെ 40-40 വർഷങ്ങൾക്ക് മുകളിലായതാ. ഇന്ന് വരെ ഒരു അലിഗേഷനിലും പെട്ടിട്ടില്ല ഞങ്ങൾ. പോരാത്തതിന് തുടക്കം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഡിജിറ്റലായിട്ടും മാനുവലായിട്ടും ഞങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല മാഡം. ഓക്കെ, പക്ഷേ ഇങ്ങനെ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ജെന്യുവൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ നിന്ന് കണ്ട് ക്ലിയർ ആയതിനു ശേഷമേ എനിക്ക് കമ്പനിയിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ. എനിവേ, നമുക്ക് പഴയ കുറച്ച് റെക്കോർഡ്സുകളുടെ മുതൽ ഇങ്ങോട്ടിങ്ങ് പരിശോധിച്ചാലോ? സോറി മാഡം, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയലുകളാണെല്ലാം. പുറത്തുനിന്ന് വരുന്നവരെ അത് കാണിക്കാൻ നിർവാഹമില്ല. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്കതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി. ഐ മീൻ, ജസ്റ്റ് അനാഥരായ കുട്ടികളുടെ ഫയൽസ് എങ്കിലും ഒന്ന് കാണിച്ചൂടെ? അത് പറ്റില്ല മാഡം. 25 ലാക്സിന്റെ ഡൊണേഷനാണ്. ഈ ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ അത് ലാപ്സാക്കി കളയണോ? നോക്കൂ, ഒരു 20 മിനിറ്റ്സ് മതി എനിക്ക്. കാരുണ്യക്ക് ഈ എമൗണ്ട് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമത് ചെയർമാൻ ഇവിടെ ഇല്ല. സാർ അറിഞ്ഞ പ്രശ്നമാവും. അപ്പൊ പിന്നെ ഓക്കെ, സോറി. ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് നിങ്ങൾക്ക് തരാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഡം, ഞാൻ വേണമെങ്കിൽ ചെയർമാൻ ഒന്ന് വിളിച്ചു ചോദിക്കാം. പെർമിഷൻ തരുവാണെങ്കിൽ മാഡത്തിന് ഫയൽസ് പരിശോധിക്കാമല്ലോ. എങ്കിലൊന്ന് വിളിച്ചു നോക്കൂ. ദൈവമേ, ആ ചെയർമാൻ സമ്മതിക്കണേ. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുത്തെ ഡോക്യുമെന്റ്സ് ഒന്ന് പരിശോധിക്കണം. ചെയർമാന്റെ കോള് അൺറീച്ചബിൾ ആണെന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സോറി, വേറെ വഴിയില്ല. ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് തിരിച്ചു പോകാനുള്ളതുമാണ്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാണിച്ചില്ലെങ്കിൽ ഐ എം ഹെൽപ്ലെസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ 25 ലാക്സ് നഷ്ടപ്പെടുത്തിയെന്നറിഞ്ഞാൽ ചെയർമാൻ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തിയെന്നിരിക്കും. എങ്കിലൊരു കാര്യം ചെയ്യാം മാഡം. മാഡം വരൂ, നമുക്ക് ഡോക്യുമെന്റ്സ് റൂമിലേക്ക് പോവാം. ശരി. കാരുണ്യ അനാഥാലയം തുടങ്ങിയത് മുതലുള്ള എല്ലാ ഫയൽസും ഇവിടെ ഉണ്ട്. ഗൗതമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ റാക്കിൽ നിറയെ ഓർഫനേജിന്റെ ഫയലുകളാ. കുട്ടികളെ ഏറ്റെടുക്കുന്നതിന്റെ മറ്റു രേഖകളെല്ലാം ഇതിലാ സൂക്ഷിക്കുന്നത്. അത് ഓർഫനേജ് ഹോമിന്റെ ഡോക്യുമെന്റ്സാ. അപ്പോ ഒരു 30 വർഷം മുൻപേ ദത്തെടുക്കപ്പെട്ട കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെയാ. ഓക്കെ. മാഡം, ഒരു അർജന്റ് കോളാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. (1993-94) 30 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ലെഡ്ജർ. മിക്കവാറും ഇതിൽ തപ്പി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും. കിട്ടേ, ഗൗതം 1993.
വാസു എന്താ പറഞ്ഞെന്നറിയോ? ശിവാനി ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ കൂട്ടുനിന്നില്ലെങ്കിൽ നമ്മുടെ ഗൗതമിന്റെ ജന്മരഹസ്യം പുറത്തു പറയുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോ ഗൗതമിന്റെ അമ്മയുടെ പേര് നിർമ്മല എന്നാണോ? അപ്പോ ഗൗതം പാർവതി അമ്മ പ്രസവിച്ച മകനല്ലേ? ഇതിനർത്ഥം അച്ഛനും അമ്മയും ഗൗതമിനെ ഇവിടെ നിന്ന് ദത്തെടുത്തു എന്നല്ലേ? ഗൗതമിന്റെ അമ്മയുടെ പേര് അപ്പൊ നിർമ്മല എന്നാണോ? അമ്മേ, അമ്മ ഒന്ന് കഥക തുറക്കുന്നുണ്ടോ ഇല്ലയോ? അമ്മ പ്ലീസ്, അമ്മായി, അമ്മായി ഒന്ന് കഥക തുറക്ക അമ്മായി പ്ലീസ്. എടാ നിക്കില്ലേ, എടാ നീയെങ്കിലും വന്നൊന്ന് തുറക്ക് അമ്മ, കഥക തുറക്കാൻ. കഥക തുറക്കുന്നുണ്ടോ ഇല്ലയോ? എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? കഥകിൽ മുട്ടി ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നോക്ക്, എനിക്ക് ഈ റൂമിൽ കിടക്കാൻ പറ്റൂല. എങ്ങനെയെങ്കിലും ആ ഡോറൊന്ന് തുറന്ന അമ്മ. നടക്കില്ല മോളെ, എന്നെ പോലും പറ്റിച്ചവളാ നീ. നിന്നെ ഞാൻ എങ്ങനെ സഹായിക്കാനാ? അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? പിന്നല്ലാതെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. കുറച്ചു ദിവസം നീ ഇതിനകത്ത് തന്നെ കിടക്ക്, അപ്പോഴേ നിനക്ക് ബുദ്ധി ഉദിക്കും. അമ്മ പ്ലീസ് അമ്മ, ഡോർ ഒന്ന് തുറന്നതാ. ഇനിയിപ്പൊ നിനക്ക് ഡോർ തുറന്നു തരാന്ന് വെച്ചാ തന്നെ താക്കോല് എന്റെ കയ്യിൽ വേണ്ടേ? താക്കോല് നിന്റെ അച്ഛന്റെ കയ്യില്. ഇനി എങ്ങനെയെങ്കിലും ഈ കഥക് തുറന്നു തന്നാ തന്നെ അങ്ങേരെന്നെ കൊല്ലും. അയ്യോ, ഒരു കാര്യം ചെയ്, നിന്റെ അച്ഛൻ വരുമ്പോ കിടന്ന് നിലവിളിക്ക്. ഇനിയിപ്പൊ തുറന്നു തന്നാ നീ രക്ഷപ്പെട്ടു. അതെ, അദ്ദേഹത്തിന്റെ മനസ്സ് മാറാൻ നീ പ്രാർത്ഥിക്ക്. അങ്ങനൊന്നും പറയില്ലേ അമ്മ, ഒന്ന് തുറന്നതാ. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ തുറന്നു തരൂലല്ലേ? നിന്റെ അടുത്ത് ഞാൻ മലയാളത്തിലല്ലേ ഡി പറഞ്ഞത്? അത് ശരി, അപ്പൊ തുറക്കൂലല്ലേ? കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.